السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ചില വഴികളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിൽ അവന്റെ ആഖിബത്ത് നന്നായി തീരും. അവനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കും. അവൻ സ്വർഗാവകാശിയായി തീരും. അവനിക്കും അവന്റെ മാതാപിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. 12 തവണ ഖത്തം ചെയ്ത പ്രതിഫലം അവനിക്ക് ലഭിക്കും. മരണവേദന ലഘൂകരിക്കപ്പെടും. ഖബർ ശിക്ഷയിൽ നിന്ന് അവൻ സുരക്ഷിതനാകും. അന്ത്യനാളിന്റെ ഭീതികളിൽ നിന്ന് അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. ദുന്യവിയായതും ഉഖ്റവിയായതുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഇത്രയും മഹത്വങ്ങളുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുക എന്നതിൽ കൂടെ നമുക്ക് ലഭിക്കുക. പ്രവാചകനെ സ്നേഹിക്കുന്ന ഏതൊരു മുഅ്മിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരണത്തിന് മുമ്പ് ഒരു വട്ടമെങ്കിലും സ്വപ്നത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിന് ചൊല്ലേണ്ട സ്വലാത്തും അനുബന്ധമായ 1-2 കാര്യങ്ങളുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. റബ്ബ് നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ, ആമീൻ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ഇത്തരം നല്ല നല്ല അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു ലൈക്ക് തരികയും അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ് തുടങ്ങിയ നല്ല നല്ല കമന്റുകൾ ഇട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് ഇന്ന് 4 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലേതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് അത് പ്രവർത്തിക്കുക. ഇത് 4 വളരെ അധികം ഫലമുള്ള സ്വലാത്തുകളാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഒന്നാമതായി, നാം കിടക്കുന്ന സ്ഥലവും വസ്ത്രവും ശരീരവും വൃത്തിയും ശുദ്ധിയും ഉള്ളതോടുകൂടെ തന്നെ പരിപൂർണമായ വുളൂ ചെയ്തുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തുടർച്ചയായ 10 രാത്രികളിൽ, ഒരു ദിവസം പോലും വിട്ടുപോകാതെ 10 രാത്രികളിൽ ഞാൻ ഈ പറയുന്ന സ്വലാത്ത് 100 വട്ടം ചൊല്ലുക. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون عدد ما أحاط به علم الله وجرى به قلم الله ونفذ به حكم الله وعلم الله عدد كل شيء وأضعاف كل شيء وملء كل شيء عدد خلق الله وزنة عرش الله ورضا الله ومداد كلمات الله عدد ما كان وما يكون وما هو كائن في علم الله صلاة تستغرق العد وتحيط بالحد صلاة دائمة بدوام ملك الله باقية ببقاء الله എന്ന സ്വലാത്ത് 100 വട്ടം 10 രാത്രികളിലായി ഈ പറഞ്ഞ രൂപത്തിൽ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു വഴിയാണ്, വെള്ളിയാഴ്ച രാവ് 2 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 25 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. നിസ്കാരം കഴിഞ്ഞാൽ 100 വട്ടം സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി എന്ന സ്വലാത്ത് ചൊല്ലുക. 100 വട്ടം ചൊല്ലണം. ഇങ്ങനെ ഒരാൾ ചെയ്ത് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ അവന്റെ ദോഷങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്.
ഇനി പറയാൻ പോകുന്നത് മറ്റൊരു വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നിർദ്ദേശിച്ച ഒരു വഴിയാണ്. അഥവാ ആരെങ്കിലും എന്നെ സ്വപ്നം കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വെള്ളിയാഴ്ച രാവ് 2 റക്അത്ത് നിസ്കരിക്കട്ടെ. ആ 2 റക്അത്തുകളിൽ ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്തും അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്തും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന സൂറത്തും ഓതിക്കൊണ്ട് നിസ്കാരം പൂർത്തിയാക്കട്ടെ. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഈ 4 സൂറത്തുകൾ ഓതിക്കൊണ്ട് നിസ്കാരം പൂർത്തിയാക്കുക. നിസ്കാരത്തിന് ശേഷം 70 പ്രാവശ്യം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യട്ടെ, എങ്കിൽ എന്നെ സ്വപ്നം കാണാനാകുന്നതാണെന്ന് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഈ ഒരു വഴി എളുപ്പമുള്ള വഴിയാണെന്ന് തോന്നുന്നവർക്ക് ഈ വഴി സ്വീകരിച്ചുകൊണ്ട് വരുന്ന വെള്ളിയാഴ്ച രാത്രി തന്നെ ചെയ്തു നോക്കാവുന്നതാണ്. ഇനി 4മതായി ഒരു വഴി പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും സൂറത്തുൽ ഖദ്ർ അഥവാ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് 21 പ്രാവശ്യം വീതം പതിവാക്കുക. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ മരണത്തിനു മുമ്പ് ഒരു വട്ടമെങ്കിലും സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനും ഖബറിൽ ചെല്ലുമ്പോൾ നബി തങ്ങളെ കാണിച്ചുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മറുപടി പറയാനും ഉള്ള ഭാഗ്യം അല്ലാഹു നമുക്കും കുടുംബത്തിനും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.